ദാ ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. ശരിയമ്മ. ചിണിയാതടി, ശബ്ദം പുറത്ത് കേട്ട കൊന്നുകളയും ഞാൻ. മാമി, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നത്? നിരപരാധിയായി എന്നെ ഉപദ്രവിക്കരുതേ മാമി. നീ നിരപരാധിയോ? എന്റെ ശത്രുക്കളായ കിളവിക്കും കനിമൊഴിക്കും അഭയം കൊടുത്ത നീയും എന്റെ ബദ്ധ ശത്രുവാണ്. ക്ഷേത്രത്തിൽ എന്റെ തലവെട്ടം കണ്ട ക്ഷണത്തിൽ ഓടിച്ചെന്ന് അറിയിക്കുന്ന ദൂതാളല്ലേ നീ? അതിന് നീ അനുഭവിക്കണോടി? മാമി, അരുത്, എന്നെ ഉപദ്രവിക്കരുത്. എന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുക. എന്നെ കാണാതെ വന്ന അമ്മയ്ക്ക് ആദ്യയിലേക്ക് അസുഖം കൂടും മാമി. എടി, നിന്റെ അമ്മ ചത്തൊടുങ്ങട്ടെ. എന്റെ ശത്രുക്കൾക്ക് അഭയം കൊടുക്കുന്നവളാണല്ലോ നിന്റെ അമ്മയും. ആദ്യം പിടിച്ച് നീറി നീറി ഒടുങ്ങട്ടെ നിന്റെ അമ്മ. ഇങ്ങോട്ട് പാടി. നീ ശ്വാസം മുട്ടി ചത്തുപോകണ്ടെന്ന് കരുതിയിട്ടാ വാ കെട്ടാത്തത്. നിന്റെ ശബ്ദം പുറത്ത് കേട്ടാ കൊന്നു കളയും ഞാൻ. പോടി. ആവാഹയാമി, ആവാഹയാമി, ആവാഹയാമി. ആവാഹയാമി. പൂങ്കൊടി, പൂങ്കൊടി, പൂങ്കൊടി. നിങ്ങളുടെ ശത്രുവായ മീനാക്ഷിക്കൊപ്പം ഈ കുട്ടിയുമില്ലേ? ഉണ്ട്, ഉണ്ട് മന്ത്രവാദിനിയമ്മേ. അത് അമ്മ എങ്ങനെ മനസ്സിലാക്കി? എല്ലാം അകക്കണ്ണുകൊണ്ട് അമ്മ കാണുന്നുണ്ട്. ആഭിചാര മന്ത്രപ്രയോഗത്തിലൂടെ ഒരു ദുരാത്മാവിനെ, ഒരു പൈശാചിക ശക്തിയെ ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് അമ്മ കടത്തിവിട്ടിരിക്കും. അല്പമാത്ര ശരീരയായ ഇവക്ക് അസാമാന്യമായ ശക്തി ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത പരാക്രമങ്ങൾ ഉണ്ടാവും. ഇവളുടെ കൈകൊണ്ട് തന്നെ മീനാക്ഷിയുടെയും വള്ളിയമ്മയുടെയും അന്ത്യവും സംഭവിച്ചിരിക്കും. എന്താ, വിശ്വാസമാകുന്നില്ലേ? വിശ്വാസമാകുന്നു. മന്ത്രപ്രയോഗത്തിലൂടെ പൂങ്കൊടിയുടെ രൂപം വെള്ളത്തിൽ കാട്ടിയപ്പോൾ തന്നെ മന്ത്രവാദിനിയുടെ അപൂർവ ശക്തി ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ അമ്മയ്ക്ക് വേണ്ടത് ഈ പെൺകുട്ടിയെ. അവളെ എന്റെ അനുചരന്മാരെ വിട്ട് ഞാൻ തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. പൂങ്കൊടി, പൂങ്കൊടി, പൂങ്കൊടി. എന്താ എന്താ കനിമൊഴി? ചേച്ചി, പൂങ്കൊടി ഇവിടെ ഒന്നും കാണുന്നില്ല. കാണാനില്ലെന്നോ? അവളെവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. നീ വാ, നമുക്ക് നോക്കാം. പൂങ്കൊടി, പൂങ്കൊടി, ഇവിടെ എവിടെ പോയി? പൂങ്കൊടി, വാ. പൂങ്കൊടി, പൂങ്കൊടി, പൂങ്കൊടി.
അവൾക്കെന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ട് കനിമൊഴി. അങ്ങനെ തന്നെ എന്റെ മനസ്സും പറയുന്ന. വരൂ, നമുക്ക് മുറ്റത്ത് പോയി നോക്കാം. വാ. പൂങ്കുടി, മോളെ, പൂങ്കുടി, വാ. വിളക്ക് കത്തിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ പൂങ്കുടി ഇവിടെ തന്നെയുണ്ട്. ഞാനൊന്ന് അന്വേഷിച്ചു വരാം. ശിവകാമി, മണിമേഖലേ, ശിവകാമി. അയ്യോ, ഇതാരാ വന്നിരിക്കുന്നത്? എന്റെ ജീവന്റെ ജീവനായ നാത്തൂൻ തന്നെയാണോ? ശോ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രയോ കാലം കൂടി ഭർത്താവിന്റെ തറവാട്ടിലേക്ക് വന്നതല്ലേ? വലതുകാല വെച്ച് തന്നെയാണോ കയറിയത്? മണിമേഖല ചേച്ചി, ഇത് ആരാ വന്നിരിക്കുന്നെന്ന് നോക്കി. ഓടി വരൂ ചേച്ചി. അയ്യോ, ഞാൻ സ്വപ്നം കാണുകയാണോ ശിവകാമി? ഈ തറവാട്ടില് വളരെ കാലമായി കെട്ടുപോയ വിളക്കല്ലേ പ്രകാശം പരത്തി തിരിച്ചു വന്നിരിക്കുന്നത്. ഹോ, മഹാഭാഗ്യം. നിർത്ത്. പൂങ്കുടിയോടെ? പൂമ്പൊടിയോ? പൂമ്പൊടി എവിടെയാണെന്ന് പൂവിനോട് ചോദിക്കണം. പൂങ്കുടി പെട്ടെന്ന് കാണാതായിരിക്കുന്നു. നിങ്ങളും ഭൈരവിയും ചേർന്ന് അവളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എവിടെയാണ് നിങ്ങൾ പൂങ്കുടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്? ഓ, ഒളിപ്പിച്ചിരിക്കുന്ന പൂങ്കുടിയെ തേടിയാണോ മീനാക്ഷിയുടെ വരവ്? ഈ തറവാട്ടിലെ മുക്കും മൂലയൊക്കെ ശരിക്കും അറിയാവുന്നോളല്ലേ മീനാക്ഷി. എല്ലായിടവും പരിശോധിച്ച് പൂങ്കുടിയെ കണ്ടുപിടിക്കുക. മായാജാലക്കാരിയായ മീനാക്ഷിക്ക് മായാജാലം കൊണ്ട് തന്നെ പൂങ്കൊടിയുടെ ഒളിയിടം കണ്ടുപിടിക്കാലോ. കണ്ടുപിടിക്കും മീനാക്ഷി. മീനാക്ഷിയുടെ മായാജാലത്തിന് മുന്നിൽ എന്നും മുട്ടുമടക്കിയ ചരിത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന അനുഭവം കൊണ്ട് നിങ്ങൾക്കറിയാലോ. ഭൈരവിയാണ് പൂങ്കുടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. അതും നിങ്ങളുടെ ഒത്താശയോടെ. നിഷേധിക്കുന്നോ? നിഷേധിക്കുന്നില്ല. നിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന തെണ്ടി പരീക്ഷകളെയൊക്കെ തട്ടിക്കൊണ്ടു പോവാനും അപായപ്പെടുത്താനുള്ള എല്ലാ ഒത്താശകളും ഞങ്ങൾ ചെയ്തിരിക്കും. നിന്റെ സർവനാശം കാണാതെ ഞങ്ങൾക്കിനി വിശ്രമമില്ല. പൂങ്കുടിയെ കാണാൻ തിടുക്കമായെങ്കിലേ നേരെ ഭൈരവിയുടെ തറവാട്ടിലേക്ക് പൊയ്ക്കോ. നിന്റെ തലവെട്ടം കണ്ടാ മതി. ഭൈരവി പൂങ്കൊടിയെ പിടിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. പൊയ്ക്കോ. പോകുന്നു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമോ അവകാശമോ ഇല്ലെന്ന് ഓർമ്മ വേണം. രാജസമക്ഷത്തിൽ ആവലാതി ബോധിപ്പിച്ചാൽ കുറ്റം ചെയ്തവർക്കും മാത്രമല്ല, അതിന് ഒത്താശ ചെയ്തവർക്കും ശിക്ഷ കിട്ടുമെന്ന് മറക്കരുത്. ആഹാ, ഭീഷണിയാണോ? അതെ. പ്രായേറെയായിട്ടും മംഗല്യയോഗം ഇല്ലാത്ത രണ്ട് ശാപജന്മങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്ന് മൂത്ത് നരയ്ക്കാനുള്ള അവസരം ഇരന്നു വാങ്ങരുത്. പൂങ്കുടി പുറത്തു വിട്ടില്ലെങ്കിൽ എല്ലാവർക്കും കൊടിയ ആപത്ത് തന്നെയായിരിക്കും ഫലം.
ആര്? നീയോ? എന്റെ അനുവാദമില്ലാതെ തറവാട്ടിൽ കടന്നു കയറാൻ എങ്ങനെ ധൈര്യം വന്നു നിനക്ക്? എന്താ അറയിലോട്ടൊക്കെ പതുങ്ങി നോക്കുന്നത് കള്ളിയെ പോലെ? എന്ത് മോഷ്ടിക്കാനാ നീ വന്നത്? പൂങ്കുടിയുടെ ഭാ, പൂങ്കൊടിയോ? കണ്ണിക്കണ്ട തെണ്ടിക്കൂട്ടങ്ങളൊക്കെ എവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? നിനക്കറിയാം. തറവാട്ടിൽ പോയി ശിവകാമിയെയും മണിമേഖലയും കണ്ടിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. പൂങ്കുടി അവിടെ ഇല്ലെന്ന് മനസ്സിലായി. ആ സ്ഥിതിക്ക് പൂങ്കുടി തട്ടിക്കൊണ്ടുവന്ന് ഒളിവിൽ പാർപ്പിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരിടം ഭൈരവിയുടെ തറവാട് തന്നെയാണ്. ഉവ്വോ, എന്തും ചികഞ്ഞെടുക്കാൻ അപാര വിരുതുള്ളവളാണല്ലോ മീനാക്ഷി തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ നിഗമനം 100% ശരിയാണ് കേട്ടോ. പൂങ്കുടി ഇവിടെ തന്നെയുണ്ട്. നിരപരാധിയായ ആ കുട്ടിയെ എന്തിനാണ് നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യം വള്ളിത്തള്ളയുടെ കയ്യിലിരിക്കുന്ന ആധാരം സ്വന്തമാക്കുക എന്നത് മാത്രം. അതിനുവേണ്ടി ഉടനെ ഒരു ആഭിചാര കർമ്മം ഇവിടെ നടക്കാൻ പോകുന്നു. കർമ്മത്തിന് ഒരു മനുഷ്യക്കുരുതി വേണ്ടിവരും. പൂങ്കൊടിയെ കുരുതി കൊടുത്തിരിക്കും. ഭൈരവി, ഞാൻ നിന്റെ കാല് പിടിക്കാം. വേണ്ട. മീനാക്ഷി തമ്പുരാട്ടിയെ കൊണ്ട് നിസ്സാരയായി ഈ ഭൈരവിയുടെ കാല് പിടിപ്പിക്കുന്നത് മോശമല്ലേ? വള്ളിത്തള്ള ആധാരവുമായി വന്ന് എന്റെ കാല് പിടിക്കട്ടെ. പൂങ്കൊടിയെ വിട്ടു തന്നേക്കാം. ഭൈരവി, വേണ്ട. കടക്ക് പുറത്ത് പോയി വള്ളിത്തള്ളയെയും ആധാരവുമായിട്ട് വാ മീനാക്ഷി. പൂങ്കൊടിയെ കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും മനുഷ്യ. ഇല്ലെങ്കിൽ പൂങ്കൊടിയെ കൊന്ന് ചോര എടുത്തിരിക്കും. അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അയ്യോ, ഇറങ്ങിപ്പോ. പൊയ്ക്കോ മായാജാലക്കാരി, പൊയ്ക്കോളാൻ. പൊയ്ക്കോന്ന്. ഭഗവാനെ, തൃക്കടയൂരപ്പ, സാധുരക്ഷക, കാരുണ്യമൂർത്തി, ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല ഭഗവാനെ. എന്നെ കാണാതെ തീ തിന്ന് കഴിയുന്ന എന്റെ പെറ്റമ്മ, പള്ളിമുത്തശ്ശി, മീനാക്ഷി ചേച്ചി, കനിമൊഴി ചേച്ചി, ഇവരുടെയൊക്കെ കണ്ണീര് സർവശക്തനായി അങ്ങ് കാണുന്നില്ലേ ഭഗവാനെ? എത്രയോ തവണ കൂടിയ ആപത്തുകളിൽ നിന്ന് ഈ ഉള്ളവളെ രക്ഷിച്ച അങ്ങ് ഇത്തവണയും കൈവെടിയല്ലേ ഭഗവാനെ? തൃക്കടയൂരപ്പ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. വന്നാട്ടെ, വന്നാട്ടെ. അയ്യോ, മന്ത്രവാദിനി അമ്മയോ? വരണം വരണം. എന്താ നോക്കുന്നത്? പൂങ്കൊടി എവിടെ?
നിലവറയിൽ ഭദ്രമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. വെളിച്ചം പോലും കടക്കാത്ത നിലവറയാ. കുറേശ്ശെ കാറ്റ് കടക്കണം, ഇല്ലെങ്കിൽ പെങ്കൊച്ച് തട്ടിപ്പോവും. മന്ത്രവാദ കർമ്മങ്ങൾ എപ്പോഴാണ് തുടങ്ങുക? നാളെ തന്നെ തുടങ്ങണം. അതിനായി ചില കാര്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. പിന്നൊരു കാര്യം, മന്ത്രവാദ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കരികാലൻ അങ്ങുന്നിനെ നിർബന്ധമായും ക്ഷണിച്ചിരിക്കണം. ഒപ്പം ശിവകാമിയും മണിമേഖലയും ഉണ്ടാവണം. ഒരു ദൂതനെ അയച്ച് അവരെയൊക്കെ ക്ഷണിച്ചേക്കാം. മന്ത്രവാദിനി അമ്മയുടെ പുതിയ പൂജാമുറകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇക്കുറി നമ്മൾ ലക്ഷ്യം സാധിച്ചിരിക്കണം മന്ത്രവാദിനി അമ്മേ. സാധിച്ചിരിക്കും. പൂങ്കൊടി എന്ന പുൽക്കൊടി വലിപ്പമുള്ള പെണ്ണ് കൊടുങ്കാറ്റായി മാറിയിരിക്കും. അവളുടെ ആക്രമണത്തിൽ വള്ളിയും കനിയും മീനാക്ഷിയും ഒക്കെ പറന്നിരിക്കും. ആരും ഇല്ല ഇവിടെ? ആരാ? എന്നെ ഇങ്ങോട്ട് അയച്ചത് ഭൈരവി ചേച്ചിയാ. ചേച്ചിയുടെ തറവാട്ടിൽ നാളെ ഒരു പൂജ നടക്കുന്നുണ്ട്. പൂജയിൽ നിങ്ങൾ ഇരുവരും നിർബന്ധമായി പങ്കെടുക്കണമെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്ര മേലധികാരി കരികാലൻ അങ്ങുന്നിനെ ഒപ്പം കൂടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പൂജ അവിടെ നടക്കുന്നത്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പൂങ്കൊടി എന്ന പെണ്ണ് ഭൈരവിയുടെ തറവാട്ടിലുണ്ടോ? ഉണ്ട്, നിലവറയിൽ പൂട്ടിയിട്ടിരിക്കുക. നാളെ നിങ്ങൾ പൂജയ്ക്ക് വരുമ്പോ കരികാലൻ അങ്ങുന്നിനെ ഒപ്പം കൂട്ടാൻ മറക്കരുത്. ഇല്ല. എന്നാ ഞാൻ ഇറങ്ങുന്നു. പൂങ്കൊടിയെ വെച്ച് ഏതോ കഠിനമായ മന്ത്രവാദ പ്രയോഗമാ ഭൈരവി നടത്താൻ പോകുന്നത്. വള്ളിത്തള്ളയും കനിമൊഴിയും മീനാക്ഷിയൊക്കെ കുടുങ്ങുമെന്ന് ഉറപ്പാ. എന്തായാലും നമുക്ക് പൂജയിൽ പങ്കെടുക്കണം. ഇപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പോയി കരികാലനങ്ങുന്നതിനെയും ക്ഷണിക്കാം. മണിമേഖലയും ശിവകാമിയും വരിക. എന്താ വിശേഷിച്ച്? വിശേഷങ്ങളൊക്കെ മേലധികാരിക്കല്ലേ. എപ്പോ നോക്കിയാലും പണത്തിന്റെ കണക്ക് പരിശോധിക്കുന്ന മേലധികാരിയെ മാത്രമേ കാണാറുള്ളൂ. കൊട്ടാരത്തിൽ നിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഫലത്തിന് പുറമെ വേണ്ടുവോളം പണം തടയുന്നുണ്ട്, അല്ലേ അങ്ങുന്നേ? ഭഗവാന്റെ മുതൽ അപഹരിക്കാനൊന്നും പറ്റില്ല കുട്ടികളെ. മഹാരാജൻ കണക്ക് പരിശോധന കർക്കശമാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മെക്കുറിച്ച് ഏഷണി കൂട്ടാൻ ഒരു മേൽശാന്തിക്കാരൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല, രണ്ടുപേരും ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങള് മാത്രമല്ല, യാത്രയ്ക്ക് അധികാരി അങ്ങുന്നും ഉണ്ട്. ഭൈരവിയുടെ തറവാട്ടിൽ വിശേഷപ്പെട്ട ഒരു മന്ത്രവാദം നടക്കുക. അധികാരി അങ്ങുന്നതിനെയും കൂട്ടി ചെല്ലണമെന്നാ ഭൈരവി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉടനെ പോകണം അങ്ങുന്നേ. എന്ത് പൂജയാ നടക്കുന്നത്? ആ പൂങ്കൊടി എന്ന അസത്തിനെ ഭൈരവി തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുക അങ്ങുന്നേ. ഉവ്, ആ പെണ്ണിന്റെ ദേഹത്ത് ഏതോ ദുഷ്ടശക്തിയെ ആവാഹിക്കാനുള്ള ദുർമന്ത്രവാദമാണ് നടക്കുന്നത്. ദുഷ്ടശക്തി ബാധിച്ചു കഴിഞ്ഞ വള്ളിത്തള്ളയും കനിമൊഴിയും മീനാക്ഷിയും ഒക്കെ അവൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അതിശക്തമായൊരു ആഭിചാര കർമ്മമാണ് ഭൈരവിയുടെ തറവാട്ടിൽ നടക്കാൻ പോകുന്നത്. ആ നശിച്ച ജന്മത്തിന്റെ ആക്രമണം ഭയന്ന് മീനാക്ഷിയും കൂട്ടി ഓടി ഒളിക്കുന്ന കാഴ്ച ഭാവിയിൽ നമുക്ക് കാണാനുള്ള യോഗമുണ്ടാകുമല്ലോ. നമുക്ക് പൂജയ്ക്ക് പോകാം. വരിക.